AD 52 നവംബർ 21 കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയ മാർത്തോമാ ശ്ലീഹ കൊടുങ്ങല്ലൂരിലും പറവൂരിലും പള്ളികൾ സ്ഥാപിച്ച് പ്രാർത്ഥനാ സമൂഹങ്ങൾ രൂപീകരിച്ച ശേഷം മൈലാപ്പൂരുള്ള ചിന്നമലയിൽ രക്തസാക്ഷിയായി. തൻ്റെ സുവിശേഷ യാത്രകൾക്കിടയിൽ പ്രാർത്ഥനയ്ക്കായി മലകളും കുന്നുകളും തിരഞ്ഞെടുത്ത ശ്ലീഹ കൊടുങ്ങല്ലൂരിൽ നിന്നും ദൃശ്യമാകുന്ന കനകമലയിൽ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് വിശ്വാസ പാരമ്പര്യം. 1940 കോടശ്ശേരി കൂമ്പൻ എന്നറിയപ്പെട്ട കനകമല കുരിശുമലയിൽ ശ്ലീഹ പ്രാർത്ഥിക്കാനായി തിരഞ്ഞെടുത്തു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് അത്ഭുതാവഹമായ ഒരു പ്രകാശം കാണുകയും അന്ന് പേരാമ്പ്ര പള്ളി വികാരിയായിരുന്ന വലിയ വീട്ടിൽ അന്തപ്പനച്ചനും വിശ്വാസികളും മല കയറി ബോധ്യപ്പെടുകയും ചെയ്തു. മലമുകളിലെ വിരിഞ്ഞ പാറയിൽ AD 1-ാം നൂറ്റാണ്ടോളം പഴക്കമുണ്ടെന്ന് കരുതുന്ന കരിങ്കലിൽ കൊത്തിയ കുരിശ് അവർ കണ്ടു. കുരിശുമുടിയിൽ കുരിശുമുത്തപ്പൻ്റെ നടയിഴഞ്ഞ് പൊൻപണം നേർച്ചയിട്ട് മുത്തപ്പൻ്റെ അടിമയാകുന്ന പതിവ് കനകമല മാർത്തോമാ കുരിശുമുടിയിലെ മാത്രം പ്രത്യേകതയാണ്. കുരിശുമുത്തപ്പൻ്റെ സന്നിധാനത്തിൽ വെഞ്ചിരിച്ച എണ്ണ നേർച്ച എണ്ണയായി തീർത്ഥാടകർക്ക് കൊടുക്കുന്ന പതിവ് ഇന്നും തുടർന്നു പോരുന്നു.